എന്താ ഉറക്കത്തിലൊരു ചിരിയും കളിയല്ലോ? ചിരിയും കളി? ആരിച്ചു? അത് ശരി. അല്ല, കൊറേ നേരമായി ഞാനിത് കേക്കണേ. എനിക്ക് തോന്നിയതാ ലൈറ്റ് കെടുത്തിട്ട് ഓർന്ന് ഉറങ്ങും. അത് കേട്ടാ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? എന്തുവാ? നിങ്ങളെ മനസ്സ് എവിടോ ഒന്ന് ഉടക്കി കിടക്കണ്ടല്ലോ. ആര് പറഞ്ഞു? ഒരാഴ്ചയായി ഞാനിത് കാണുന്നു. നിങ്ങൾ ആകെ ഒന്ന് മയമ്മ നിൽക്കണ്. മോന്തൊക്കെ ഒരു തെളിച്ചോ. കഴിഞ്ഞ ട്രിപ്പും കൊണ്ട് പോയപ്പം നിങ്ങൾ സ്ഥിരം കുറ്റിക്കാരൊന്നും കണ്ടുമില്ല. പോരാത്തതിന് വണ്ടി കയറിയ പുതിയ കേസ് കെട്ടുകളെ തിരിഞ്ഞും കൂടി നോക്കിയില്ല. അല്ല, ഒരു രാത്രി കൊണ്ട് മനുഷ്യന്മാർക്ക് ഇത്ര നല്ല സ്വഭാവം വരുമോ? പറയും, തുറന്നു പറയും. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉരുട്ടി കളിക്കരുത്. കണ്ടടത്ത് കിടന്നുറങ്ങി, കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? ഇത് പലതവണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തോറ്റല്ലേ. നിങ്ങൾക്കൊരു പിടിപ്പ് വേണം. നിങ്ങൾ ആ രവിനെ കണ്ടു പഠിക്കും. 10 വയസ്സ് അനാവശ്യമായിട്ട് കളിയില്ല. മറ്റുള്ളവരുടെ പോക്കറ്റ് ഓർത്താൻ ബഹു പിടിക്കണ. 10-12 കൊല്ലായില്ലേ നിങ്ങൾ ഈ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്? എന്തുണ്ടാക്കി ഇതുവരെ? ഒക്കെ കരക്കാരിൽ നിന്ന്. അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. വേറെ ആർക്ക് കൊടുക്കാനാ? 10-18 വയസ്സുള്ളപ്പോ ആശാന്റെ അടുത്ത് വന്ന് പെട്ടതാ. വളയം പിടിപ്പിച്ചതും എന്നെ ഡ്രൈവറാക്കിയതും ഒക്കെ ആശാനാണ്. ആ മനുഷ്യനോട് എനിക്കൊരു കടമയുണ്ട്. പിന്നെ രാധയെപ്പോലൊരു പെൺകുട്ടി എനിക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമല്ലേ? അങ്ങനെ വരട്ടെ. അപ്പൊ അവരാണ് മനസ്സോടക്കി കിടക്കണല്ലേ? അല്ല, അതിനെ ഈ ആശാൻ സമ്മതിക്കോ? ആശാനാണ് എന്നോട് കാര്യം സൂചിപ്പിച്ചത്. പക്ഷെ മറുപടി ഒന്നും പറയാൻ പറ്റില്ല. എന്റെ വായിന്ന് വല്ല തെറിക്കോ കിട്ടോ? ഏട്ടാന്ന് വിളിക്കണ്ടെങ്കിലും എന്റെ 5 പ്രായമുള്ള ശ്രീരേട്ടന് ഉടനെ എന്ന് പറയണ്ടവന്. ആ സമയമുണ്ടല്ലോ. ഇനി എപ്പോ? ഞാൻ നീട്ടണ്ട, നാളെ തന്നെ പോയി പറഞ്ഞാലേ. ശ്രീരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്ത് വേണേ ഞാൻ വരാം. പോരെ? ശ്രീധരേട്ടന്റെ ഏട്ടനോ? ആര്, നീയോ? ഞാനിപ്പോ ശ്രീധരേട്ടന്റെ ഏട്ടന്റെ സ്ഥാനത്തൊന്ന് സംസാരിച്ചാൽ ആശാനെ തൊരി വരും. എന്നാലും വേണ്ടില്ല, എനിക്കത് പുത്തരിയൊന്നല്ല. ഇന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പഠിച്ച പണി 18 പയറ്റാളാണ് ഈ ആശാന്. തെറി കേട്ട് കേട്ട് എന്റെ ചെവി പൊളിഞ്ഞ്. എന്നിട്ട് കുഞ്ഞാരി തോറ്റിട്ടില്ല. തോറ്റ് വിട്ടുമറിക്കാതൊക്കെ ആശാൻ തന്നെ. അല്ല, ഇതിപ്പോ എന്താ വാതിലടച്ചിട്ട് ഇവിടെ ആരും ഇല്ലേ? അകത്തൊന്ന് കുറ്റിയിട്ടിരിക്കുക. ആശാനെ, ആശാനേ, രാധേ, അപ്പുറത്തുണ്ടാവും. മോനെ ശ്രീരേട്ടാ, എന്നെ നാറ്റിക്കരുത്. നാറ്റിച്ച നാറുന്ന ഞാൻ മാത്രമല്ല, എല്ലാവരും നാറും. കള്ള ശൈത്താൻ ചതിച്ചല്ലോ ശ്രീരേട്ടാ. എന്താ രാധ? എന്നെ രക്ഷിക്കണം. ആരോടും പറയരുത്. ശ്രീധരേട്ടൻ എന്റെ സ്വന്തം ഏട്ടനെ പോലെയല്ലേ. എന്നെ രക്ഷിക്കണം. നിങ്ങൾ ഇഷ്ടത്തിലാണ്? എവിടെ എന്നെ കല്യാണം കഴിക്കും. അതുവരെ ദയവേത് അച്ഛനോട് പറയരുത്. അച്ഛൻ എന്നെ കൊല്ലും. പറയില്ല. ആശൻ എവിടാ പോയത്? ഡോക്ടറെ കാണാൻ. ആശാൻ വരുമ്പോ ശ്രീധരേട്ടൻ വന്നിരുന്നു എന്ന് പറയണം.
ഇതെന്താ പച്ചവെള്ള ഇങ്ങനെ വാരി വലിച്ച് കയറ്റാൻ? ഒഴിക്കടാ. എന്റെ ഗ്ലാസ്സിൽ ഒഴി. എനിക്ക് മതി. ഇതിങ്ങനെ വലിച്ചേറ്റി കുടിച്ചിട്ട് കരളുണക്കിയാലേ ഒരു കെട്ടിയോളും 2 കുട്ടികളും ഉള്ളതാ. ഒഴിക്കാം. ചേടാ, അതിപ്പോ മനുഷ്യനെ തല്ലി കുടിപ്പിക്കലോ. ഇന്ന് ആഘോഷിക്കേണ്ട ദിവസമല്ലേ? എല്ലാം നിശ്ചയിച്ചിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞില്ലേ നീയേ? ആഘോഷിക്ക. അത് പോട്ടേന്ന്, നിങ്ങളത് മറന്നാലേ. ആവക്കാം. എന്തെല്ലാം മറന്നേക്കുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പെറ്റമ്മ ഒരുത്തൻ്റെ ഒളിച്ചോടിപ്പോയി. പിന്നെ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി അടുത്തും പോയി. 2 കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ ഒരു പുതുപ്പെണ്ണിനെയും കൊണ്ടുവന്നു. എനിക്കൊരു ഇളയമ്മ. അതോടെ വീടും പോയി. അങ്ങനെ എന്തല്ല ഒക്കെ മറന്നില്ലേ? മറന്നു. ഓ, ഏതാണ്ടൊക്കെ ആശിച്ചു. അത് മറക്കണം. പക്ഷേ എന്റെ ആശാൻ എന്റെ ദൈവ. ആ മനുഷ്യനോട് ഞാൻ എന്തു പറയും? അപ്പൊ അന്നിന്റെ മോന് ഇത് കളിയാണോ കാര്യമാണോ എന്ന് ആർക്കറിയാം? ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി കഴുകാനും തുടയ്ക്കാനും നടന്നവനാ. കയ്യിരിപ്പ് കൊണ്ട് ഒരാളും വണ്ടിയിൽ പണി കൊടുത്തില്ല. കഷ്ടപ്പാടും ദുരിതവും കണ്ട് ഞാനാ ഒരാളിനെ കൊണ്ട് പണി കൊടുത്തു. ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിലുണ്ടായിരുന്നേ ഉള്ളൂ. ശരിക്കും വളയം പിടിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. എന്നിട്ടും എന്റെ നെഞ്ചിന് തന്നൂലോ പട്ടി. മാമാ, ഒരു കാശ് തരുമോ മുട്ടായി വാങ്ങാൻ? ഓടാവിടുന്നു. ഒട്ടായി തിന്ന് ഇരിക്കണല്ലേ നാശം. എന്ത് നാശോടെ നിനക്ക് ഈ കൊച്ചിനെ കൊണ്ട്? ഇത്ര കണ്ണിച്ചോരില്ലാത്തവൻ അയലോടാ നീ. അതെ, ഞാൻ കണ്ണീച്ചോറില്ലാത്തനാ. അതുകൊണ്ടാണല്ലോ നിനക്ക് 3 നേരം ഉരുട്ടി വിഴുങ്ങാൻ കിട്ടുന്നത്. നീ എന്തിനാ അവളോട് എപ്പോഴും ഇങ്ങനെ തട്ടിക്കേറുന്നത്? അല്ലേ, അവള് പറയണ കേട്ടില്ലേ ഞാൻ കണ്ണീച്ചോറില്ലാത്തനാണെന്ന്. ഞാൻ ഇങ്ങനെ തന്നെ കേൾക്കണം. എടാ രവി, അവക്കൊരു നല്ല സാരി വാങ്ങി കൊടുക്കടാ. നിന്റെ ഉടപ്പറന്നോളല്ലേടാ. അവളിങ്ങനെ കീറിയും തുന്നിയത് ഇട്ടോണ്ട് നടക്കണ നീ കാണില്ലേ? കെട്ടിച്ച് വിട്ടതല്ലേ? കെട്ടിയവരോട് വഴക്കിട്ട് ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു. അവക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്ക്, അവള് പൊക്കോളും. ഞാൻ എവിടുന്ന് കൊടുക്കാനാ? നീ ഉള്ള കാശ് മുഴുവൻ എണ്ണിപ്പെറുക്കി ബാങ്കിൽ കൊണ്ടിട്ടിട്ട് എന്താ കാര്യം? ഓരോ ഭാരം ഒഴിവാക്കണ്ടേ? എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണം. ഭാരം ഒഴിക്കാൻ അച്ഛനോട് പറ. ഉണ്ടായിരുന്നൊക്കെ അടിച്ചു പൊളിച്ച് പൊടിപൂരാക്കി ഓർത്തില്ലേ നമുക്കുണ്ടെന്ന്. എല്ലാ ഭാരം കൂടെ എന്റെ നിലക്കെട്ട് വെച്ച് ഞാനെന്ത് ചെയ്യാനാ? രാവിലെ കഞ്ഞില്ലാതെ വേറൊന്നും ഉണ്ടാക്കില്ലേടി? നെയ്ച്ചോറും കോഴിയിറച്ചിയുണ്ട്. എന്താ കഞ്ഞി തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലേ? കഞ്ഞിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. ശ്രീധരേട്ട, ഞാൻ ശ്രീധരേട്ട കാണാൻ അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു. അമ്മയാണ് സത്യം. എനിക്ക് ശ്രീധരേട്ടനോട് എല്ലാം തുറന്ന് സംസാരിക്കണം. സംസാരിക്കും. എന്റെ ശ്രീധരേട്ട, അമ്മയാണ്, എന്റെ അമ്മയാണ് സത്യം. ശ്രീധരേട്ടൻ വിചാരിക്കുന്നതല്ല, ഞാൻ അവളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. കല്യാണം കഴിക്കും. നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാം. പല പെണ്ണുങ്ങളെ നീ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ഇത് അതുപോലല്ല. മറ്റാരടുത്തും ഞാൻ നുണ പറയും. ശ്രീധരേട്ടനാണെങ്കിൽ നുണ പറയൂ. എനിക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി തന്നെയാണ് ശ്രീധരേട്ടൻ. എനിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയാ. വേണ്ട സോപ്പിടണ്ട. ആ വീട്ടിൽ നിന്നെ ഞാൻ കൊണ്ടുപോയപ്പോഴേ പറഞ്ഞതാ അവിടെ വളച്ചു കിടക്കരുത്. സ്നേഹിക്കണത് ഇത്ര വലിയ തെറ്റാണോ ശ്രീധരേട്ട? ഞാൻ അവനെ പുളിച്ച തെറിവലെ വിളിച്ച് പറയും. സ്നേഹം ആരില്ലാത്തപ്പോ കുടുംബത്തിൽ ഉണ്ടാക്കണമാണോ സ്നേഹം? തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രായത്തിന്റെ. ശ്രീധരേട്ടനും പല തെറ്റുകളും ചെയ്യണില്ലേ? ഏത് പെണ്ണാണ് ഞാൻ പറഞ്ഞ് മോഹിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്? ഇത് തൊഴിലാക്കി ഇറങ്ങിയവരെ മാത്രമേ സ്ത്രീധനം തൊട്ടിട്ടുള്ളൂ. ഇഷ്ടം പോലെ കാശ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീ ഇതിനെ കാണണേ? ഒരിക്കലും. ഇതിന്റെ പേരിൽ അവളുടെ കണ്ണീര് കണ്ട പഴുത്തിയാൻ വെട്ടും. വെട്ടിക്കോ. ശ്രീധരേട്ടൻ എന്നെ കൊന്നോ? ഞാൻ അതിനൊന്നും ഇടവരുത്തില്ല. ഞാൻ അവളെ കെട്ടും. എന്ന് നടത്താൻ കല്യാണം? എനിക്ക് ഇത്തിരി സമയം വേണം. എന്റെ കുടുംബത്തെ സ്ഥിതി ശ്രീധരേട്ടൻ അറിയാമല്ലോ. ആ ദുരിതത്തിനിടയിലേക്ക് രാത്രി കൂടി ഞാൻ കൊണ്ടുപോകും. വേണ്ട, നിനക്ക് അവളുടെ വീട്ടിൽ താമസിക്കാം. അത് നിന്റെ പേർക്ക് ആക്കി തരാം. അതൊന്നും വേണ്ട. അവളുടെ വീടും പറമ്പും കണ്ടിട്ടല്ലേ ഞാൻ അവളെ സ്നേഹിച്ചത്. എനിക്ക് ചില മോഹങ്ങളൊക്കെ ഉണ്ട്, ചില കണക്കുകൂട്ടലുകൾ. എനിക്കൊരു ലോറി വാങ്ങണം.
കാശുണ്ടാക്കണം. എന്റെ കുടുംബവും ഞാൻ തന്നെ നോക്കണ്ടേ? അതിന് കാശുണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടാക്കും, എങ്ങനെങ്കിലും ഉണ്ടാക്കും. അതെന്റെ കൊച്ചുനാൾ മുതലുള്ള ആഗ്രഹം. അപ്പൊ അതുവരെ അവളെ കാത്തിരിക്കാനോ? അതിനധികം നാളൊന്നും വേണ്ട ശ്രീധരേട്ടാ. അധികം വൈകാതെ തന്നെ ഞാൻ അവളെ കെട്ടിക്കൊണ്ട് പോകും. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ പിടിക്കണ വളയാണ് സത്യം. അച്ഛാ, ആ അടുത്തതിന്റെ സമയായി. ഇനി ചോറുണ്ട, ഗുളിക എന്ന് വിശപ്പ് മാറും. ഒരു കുറ്റി പുട്ടുണ്ടാക്കാനുള്ള ഗുളികയുണ്ട്. ഇത് ഗുളികയോ അതോ വെടിയുണ്ട്? വെള്ളം തരൂ. അപ്പോ നിറഞ്ഞു. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കണേ? ഞാൻ ഇന്നലെ മോൾക്ക് ശ്രദ്ധിക്കാം. ഒന്നുമില്ല അച്ഛാ. മോളെ, അച്ഛൻ നല്ലൊരു ദിവസം നോക്കുക. മോളുടെ കല്യാണം കഴിഞ്ഞാ അച്ഛന് സ്വസ്ഥാവൂലോ. ആ പറഞ്ഞപ്പോഴേക്കും വന്നൂലോ ആള്. നിന്റെ കാര്യ പറഞ്ഞോണ്ടിരിക്കണേ. ചിങ്ങത്തില് നല്ലൊരു മുഹൂർത്തമുണ്ട്. ഒരു ചടങ്ങ് അത്രേ വേണ്ടു. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് സദ്യ കൊടുത്ത് എന്നിട്ട് ഓരോന്നിനും കുറ്റം പറയിപ്പിക്കാൻ എനിക്കതിന് വയ്യ. എന്താ നിനക്കങ്ങനെ വല്ലതും വേണമെന്നുണ്ടോ? ആശാനെ, അത് എന്താ? അല്ല, രാധയുടെ ഇഷ്ടം ആശാൻ ചോദിച്ചു. അത് ചോദിക്കാണ്ടോ? അവൾക്ക് നിന്റെ ജീവനാ. അതെ, പക്ഷേ ആ ഇഷ്ടം എനിക്ക് അവളെന്റെ പെങ്ങളല്ലേ ആശാൻ. നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനസ്സുമാറ്റം? അന്ന് ഞാൻ പറഞ്ഞപ്പോ നിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെയല്ലോ മനസ്സിലാക്കിയത്. ശ്രീധരൻ ആശാന്റെ വാക്ക് കേട്ടില്ല എന്ന് പറയരുത്. അച്ഛന്റെ സ്നേഹം എനിക്ക് തന്നത് ആശാനാ. മരിക്കുന്നത് വരെ ദേവകിയടുത്ത് എനിക്ക് അമ്മ തന്നെയായിരുന്നു. അപ്പോ അവളുടെ ചേട്ടനല്ലേ ഞാൻ. എന്നോട് വിഷമം തോന്നരുത്. സന്തോഷത്ര എനിക്ക്. നീ പറഞ്ഞു തന്നാല് ശരി. ഒരു മരുമോനെ എവിടുന്ന് കിട്ടും, പക്ഷേ ഒരു മോനെ കിട്ടുമോ? എന്നാ നീ പെങ്ങളുടെ കാര്യം ഏട്ടൻ തന്നെ തീരുമാനിച്ചോളൂ. നമുക്കത് ഉടനെ നടത്താം. ഞാനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആശാനെ സമ്മതിക്കണം. നീ കണ്ടുവച്ച ആളാണെങ്കിൽ പിന്നെ എനിക്കെന്താ എതിര്? ഞാൻ സമ്മതിച്ചിരിക്കണം. ആൾ ആരാണെന്ന് അറിയുന്നത്? രവി. പപ്പനാവന്റെ മോനോ? നീ എന്ത് വിടിത്തരായി പറയണേ? അവൻ ആശാൻ വിചാരിക്കുന്ന പോലല്ല. ഒരു ഇത്തിരി വികൃതിത്തരം ഉണ്ടെന്നേ ഉള്ളൂ. പ്രായത്തിന്റെ എടുത്തേട്ടം കഴിയുമ്പോൾ ഒക്കെ ശരിയായിക്കൊള്ളും. കാഴ്ചയിൽ രാധയ്ക്ക് നല്ല ചേർച്ചയുണ്ട്. ഒരു തമ്മില് ഇഷ്ടത്തിലുമാണ്. നിന്നെ തിരക്കി ഇടയ്ക്ക് അവരോട് വരുമ്പോഴേ എന്റെ മനസ്സ് തോന്നിയതാ ഈ ഇഷ്ടം നടക്കാൻ പോലില്ല. രാധേ, എടി രാധേ. ആശാനെ, രാധയുടെ ഇഷ്ടമാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ അവസാനം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അച്ഛനെ നീ ചതിച്ചല്ലോടി. എന്താ ആശാനെ പറയുന്നേ? നീ പൊയ്ക്കോടിയാത്ത. ഇതുകൊണ്ടാണ് നിന്റെ മനസ്സ് മാറുന്നതല്ലേ? ഏയ്, അതൊന്നും നമുക്ക് ഇപ്പൊ ആലോചിക്കണ്ട. ഇതെപ്പോ നടത്താമെന്ന് ആലോചിക്കും. ഞാൻ ഒന്നിനുമില്ല. നീ ആലോചിക്കുക, നടത്തുക, എന്ത് വേണി ചെയ്തു. ഇനി ഇങ്ങനെ കരയണമെന്തിനാ? അച്ഛനെ കൊണ്ട് എല്ലാം സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഏട്ടന് ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തിത്തരാൻ നോക്കാം. പക്ഷേ അതിനു മുമ്പ് ചീത്തപ്പേര് കേൾപ്പിക്കരുത്. അച്ഛൻ ചിലപ്പോൾ എന്തെങ്കിലുമോ പറഞ്ഞിരിക്കും. കാര്യമാക്കില്ല. സന്തോഷമായില്ല. ഓട്ടെ. ശ്രീധരേട്ടാ, എന്നെ വെക്കരുത്. നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റൂടി. സമാധാനമായിട്ടില്ല.